നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലും 60% മേലെ പോളിംഗ് രേഖപ്പെടുത്തിയതോടെ എല്ലാവരും ആകാംക്ഷയിലാണ്. എന്താവും അന്തിമ ഫലം? എക്സിറ്റ് പോളുകൾ ചില ദിശാസൂചകങ്ങൾ നൽകാറുണ്ട്. എക്സിറ്റ് പോളുകളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിലും ബീഹാറിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ റാഷിദ് സിപി. 2015 മഹാഗഠബന്ധൻ തൂത്തുവാരിയെ പോലെ ഒരു വമ്പൻ ജയമാണ് എൻഡിഎക്ക് റാഷിദ് പ്രവചിക്കുന്നത്. 164 മുതൽ 176 സീറ്റ് വരെ എൻഡിഎക്ക് കിട്ടുമെന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. 2015 178 സീറ്റുമായി മഹാഗഠബന്ധൻ ജയിച്ചതിന് സമാനം. 2025 മഹാഗഠബന്ധന് 62 മുതൽ 73 സീറ്റ് വരെ കിട്ടിയേക്കുമെന്ന് റാഷിദ് പ്രവചിക്കുന്നു. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് 7 മുതൽ 12 സീറ്റ് വരെ ലഭിക്കാം. മറ്റുള്ളവർ 4 മുതൽ 7 വരെ സീറ്റും. എൻഡിഎക്ക് 42 മുതൽ 45% വരെ വോട്ട് വിഹിതവും. മഹാഗഠബന്ധന് 31% മുതൽ 34% വരെ വോട്ട് വിഹിതവും ജൻസുരാജിന് 11% മുതൽ 15% വരെ വോട്ട് വിഹിതവുമാണ് റാഷിദ് സിപി പ്രവചിക്കുന്നത്. റാഷിദിന്റെ പ്രവചനം ഇങ്ങനെയാണ്: എൻഡിഎ 164 മുതൽ 176 വരെ, അതായത് 42 മുതൽ 45% വരെ വോട്ട് വിഹിതം. എംജിബി 62 സീറ്റ് മുതൽ 73 വരെ. ജൻസുരാജ് 7 മുതൽ 12 വരെ. മറ്റുള്ളവർ 4 മുതൽ 7 വരെ നേടുമെന്നും റാഷിദ് പ്രവചിക്കുന്നു. ഈ പ്രാവശ്യം യുവജനങ്ങളുടെ പ്രതിഷേധം കൃത്യമായി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും RJD നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധന് നേരിയ വിജയമാണ് പ്രവചിച്ചിരുന്നത്. സഖ്യത്തിന് 125 സീറ്റുകളും എൻഡിഎക്ക് 108 സീറ്റുകളുമായിരുന്നു എക്സിറ്റ് പോളുകളുടെ പ്രവചനം. എന്നാൽ അന്തിമഫലം വന്നപ്പോൾ നേരെ വിപരീതമായിരുന്നു. എൻഡിഎ 125 സീറ്റും മഹാഗഠബന്ധൻ 110 സീറ്റും നേടി. 2015 തെരഞ്ഞെടുപ്പിലാകട്ടെ JDU, RJD എന്നീ കക്ഷികൾ കോൺഗ്രസുമായി ചേർന്ന് മഹാഗഠബന്ധൻ രൂപീകരിച്ചു. എൻഡിഎയുമായി ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. മഹാഗഠബന്ധന് 123ഉം എൻഡിഎക്ക് 114. അന്തിമഫലം വന്നപ്പോൾ 178 സീറ്റുമായി മഹാഗഠബന്ധൻ തൂത്തുവാരുന്നതാണ് കണ്ടത്. എൻഡിഎക്ക് 54 സീറ്റാണ് കിട്ടിയത്. 2017 RJDയുമായി JDU വേർപിരിഞ്ഞതോടെ മഹാഗഠബന്ധൻ വിട്ടു. നിരവധി തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള വിദഗ്ധനാണ് റാഷിദ്. നേരത്തെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് കയ്യടി നേടിയ ആളാണ് റാഷിദ്. വടകര മണ്ഡലത്തിലെ വിജയവും റാഷിദ് പ്രവചിച്ചിരുന്നു. ഷാഫി പറമ്പിലിനാണ് അദ്ദേഹം വിജയം പ്രവചിച്ചത്. വടകരയിൽ ഷാഫി പറമ്പിലിന് 88,500 മുതൽ 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് റാഷിദ് പ്രവചിച്ചത്. ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. ടീച്ചറമ്മ എന്ന വിളി പോലും പാർട്ടി സർക്കിളിനപ്പുറം വലിയ രീതിയിൽ ഏശിയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നുവെന്നും റാഷിദ് അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. നിലമ്പൂരിൽ 12,100 മുതൽ 16,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നായിരുന്നു റാഷിദിന്റെ പ്രവചനം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ തിരിച്ചുപിടിച്ചത്. വിവിധ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളും മറ്റും വിലയിരുത്തിയാണ് താൻ പ്രവചനം നടത്തുന്നതെന്നാണ് റാഷിദ് പറയുന്നത്. അതേസമയം 1,302 സ്ഥാനാർത്ഥികളാണ് അവസാന ഘട്ടത്തിൽ ബീഹാറിൽ ജനവിധി തേടിയത്. ഇതിനോടകം 45,339 പോളിംഗ് സ്റ്റേഷനുകളും ഇതിനായി സജ്ജീകരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ മികച്ച പോളിംഗ് ശതമാനം അവസാന ഘട്ടത്തിലും ആവർത്തിക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഡൽഹിയിലുണ്ടായ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിരുന്നു.